ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം റെസിപ്പി ആയിട്ടാണ്. പഴമോ അപ്പക്കാരമോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇനി ഈ പച്ചരി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് അരി മുഴുവൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരൊറ്റ തവണയായിട്ടാണ് അരി പൊടിച്ചെടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, 5 മണിക്കൂറോ അല്ലെങ്കിൽ 6 മണിക്കൂറോ പച്ചരി നന്നായിട്ട് കുതിർത്തിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരി പൊടിഞ്ഞ് കിട്ടൂ. ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികൾ ഉണ്ടാവും, അത് നമുക്ക് ആവശ്യമാണ്. ഇതിന് തരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/4 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 3/4 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ആദ്യം ഒരു 3/4 ഭാഗം ശർക്കരപ്പാനിയാണ് ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ട മാവ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മാവിൽ അപ്പക്കാരമോ പഴമോ ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോഴത്തെ മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഒരു 6 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോഴത്തെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് മാവിൻ്റെ കറക്റ്റ് പാകം തന്നെയാണ്. ഇനി ഇതിലോട്ട് തേങ്ങാക്കൊത്ത് വെള്ളം കൂടി ഞാൻ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കല്ലിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോഴത്തെ ഉണ്ണിയപ്പം എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ ഉണ്ണിയപ്പത്തിൻ്റെ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള പുറമേക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കഴിക്കാനും. അതുപോലെ തന്നെയാണ് സൂപ്പർ ടേസ്റ്റിയാണ്. പിന്നെ ഉണ്ണിയപ്പം ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഉണ്ണിയപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.